നമസ്കാരം. ഇന്ത്യൻ മിലിറ്ററിയോട് പറയുകയാണ്, ഞങ്ങളെ എന്തിനാണ് ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത്? 5-6 മണിക്കൂർ ആയില്ലേ നിങ്ങൾ ഞങ്ങളെ തടഞ്ഞു വെക്കാൻ തുടങ്ങിയിട്ടെന്ന്. സുച്ചില പാസിനടുത്താണ് വലിയ കനത്ത മഴ പെയ്യുകയാണ്. ആ മഴ പെയ്യുന്ന ഇടയിലേക്ക് ആർക്കാണ് ഇവരെ കടത്തിവിടാൻ പറ്റുക? ഇന്ത്യൻ സേനയ്ക്ക് രാജ്യത്തിന്റെ സുരക്ഷ വളരെയധികം പ്രധാനമാണ്. യാത്രയ്ക്ക് വന്ന ആൾക്കാരുടെ സുരക്ഷ അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അവിടെ തടഞ്ഞു വെച്ചത്. അതിന് പറയുന്നത് നോൺസെൻസ് എന്നൊക്കെയാണ് ഇന്ത്യൻ ആർമിക്ക് നേരെ ആക്രോശിക്കുന്നത്. പിന്നീട് വീണ്ടും പറയുന്നു ജെൻസിയാണെന്ന്. ജെൻസി ആയാലെന്താ, എന്തായാലെന്താ? കണ്ടാൽ നമുക്ക് അങ്ങനെ ജെൻസി ആണെന്ന് തോന്നുന്നില്ല. 10-40 വയസ്സ് തോന്നും. ജെൻസി ആണെന്ന് അവർ എന്ത് ഉദ്ദേശത്തിലാണ് പറയുന്നതെന്ന് അറിയില്ല. ഇതൊരു 10-25 വയസ്സിനകത്ത് വരുന്ന ആൾക്കാരെയാണ് കേട്ടോ ജെൻസി എന്നൊക്കെ പറയുന്നത്. അത് കഴിയുമ്പോൾ ജെൻ ആൽഫയോ ബീറ്റയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ജനറേഷനും വരും. അപ്പോൾ നമ്മൾ ഈ ജെൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിതിനെ ആക്രോശിക്കുകയാണ്. മറ്റാൾക്കാരും പറയുന്നുണ്ട്, ആദ്യം നിങ്ങൾ കശ്മീരികളെ തടഞ്ഞു വെച്ചു, പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതാ സന്ദർശകരെയും തടഞ്ഞു വെക്കുകയാണോ, അത് ജയിലിലാക്കുകയാണോ, ആൾക്കാരുടെ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുകയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വച്ച് കീറുകയാണ്. ഇതിനുള്ള അധികാരം ഇവർക്ക് ആരാണ് നൽകിയത്? അതിനുശേഷം ഭാരതത്തിന്റെ സേന വളരെ സംയോജിതമായി ഈ വിഷയത്തിൽ ഇടപെടുകയും അതിനുശേഷം ജനങ്ങൾ സേനയ്ക്ക് ജയ് വിളിക്കുകയും ചെയ്തുകൊണ്ടാണ് അവിടെ നിന്ന് പിന്നീട് പുറത്തേക്ക് വരുന്നത്. വളരെ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുന്നത് എന്താണ് അവിടുത്തെ അവസ്ഥ. അതായത് മണ്ണിടിച്ചിലോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരാരെയായിരിക്കും പഴി പറയുന്നത്? ഞങ്ങളെ ആരും തടഞ്ഞില്ല, ഞങ്ങളെ അങ്ങോട്ട് കയറ്റി വിട്ടു, ഇത്രയും സുരക്ഷാ പ്രശ്നങ്ങൾ അടുത്തെങ്കിൽ ഞങ്ങളെ കയറ്റി വിടേണ്ട കാര്യമുണ്ടായിരുന്നു എന്ന്. ഇത്രയധികം ആൾക്കാരെ കയറ്റി വിട്ടില്ലെങ്കിൽ പിന്നെ ആരും അങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെയാണ് ഇതിനിടയിൽ പറയുന്നത്. എന്ത് മോശമായ രീതിയാണ്! എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന നിലയിൽ ഒന്നും ആർക്കുമില്ല. വളരെ കൃത്യമായി ആൾക്കാർക്ക് ഉള്ള സ്വാതന്ത്ര്യം അവരവരുടേതായ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഉപയോഗിക്കുവാൻ പറ്റുന്ന രീതിയിൽ ഭാരതത്തിനകത്ത് സ്വാതന്ത്ര്യമുള്ളൂ. അല്ലാതെ അധിക്ഷേപിക്കുവാനുള്ള വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയുടെ ഭരണകൂടത്തെ വിമർശിക്കാം, ആർമിയെ വിമർശിക്കാം, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനെയും വിമർശിക്കാം. കാര്യമാത്രമായ രീതിയിൽ വിമർശിക്കാനുള്ള അധികാരാവകാശങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അവഹേളിക്കുവാൻ, പുച്ഛിക്കുവാൻ, പഴി പറയുവാനുള്ള അവകാശമൊന്നും ആർക്കുമില്ല. അത് ഒരു കോടതിയും വകവെച്ചു കൊടുത്തിട്ടില്ല. ഒരു രീതിയിലും ആരും തന്നെ അതിന് വകവെച്ചു കൊടുത്തിട്ടില്ല. ഭരണഘടന പ്രത്യേകിച്ചും വകവെച്ചു കൊടുത്തിട്ടേയില്ല. ഭരണഘടനാപരമായി അവകാശങ്ങൾക്കൊപ്പം ചുമതലകളുമുണ്ട്. ആ ചുമതലകൾ കൂടി നമുക്ക് മനസ്സിലാക്കണം. മറ്റു മനുഷ്യരെ ദ്രോഹിക്കുവാനും അവരെ അപകടത്തിൽ കൊണ്ട് ചാടിക്കുവാനും അല്ല നാം നമ്മുടെ അവകാശങ്ങളെ വിനിയോഗിക്കേണ്ടത്. ഈ രീതിയിലാണ് ഇവിടെ വിനിയോഗിച്ചിരിക്കുന്നത്, അവഹേളിച്ചിരിക്കുന്നത്, പുച്ഛിച്ചിരിക്കുന്നത്. ജെൻസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പാറ്റാ പ്രക്ഷോഭത്തിന്റെ സമയത്ത് പ്രധാനമന്ത്രിയുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ എതിരെയായിരുന്നു ഇവർ പറഞ്ഞത്. കുട്ടികൾ മാത്രമല്ല, വലിയ മുതിർന്ന ആൾക്കാരും ജെൻസി ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ജെൻസി ഉണ്ട്, 57 വയസ്സുള്ള ജെൻസി, 60 വയസ്സാകാൻ പോകുന്ന ജെൻസി. ആ ജെൻസി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് സന്ദീപ് ദീക്ഷിത് എന്ന് പറയുന്ന ഷീല ദീക്ഷിതിന്റെ സഹോദരനെ കെട്ടിപ്പിടിച്ചതിന് ശേഷം ഈ സന്ദീപ് ദീക്ഷിത് പറഞ്ഞത്, ഞാൻ മെലോണിയാണെന്ന് തോന്നിയോ എന്നുള്ള രീതി വലിയ പരിഹാസത്തോടുകൂടി, അതായത് അന്തർദേശീയ തലത്തിൽ രാജ്യത്തെ അപമാനിക്കുകയാണ് ചെയ്തത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി അപമാനിക്കുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി അപമാനിക്കുന്ന തരത്തിൽ നമ്മുടെ തെരുവിലൊക്കെ ഇരിക്കുന്ന ചില നുണ പറയുന്ന മനുഷ്യരുടെ കൂട്ടത്തിലാണ് ഇവർ ഇങ്ങനെ ചില പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ടായിരിക്കാം ഈ ഏജൻസികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പ്രതികരിച്ചിരിക്കുന്നത്. സ്വന്തം ചിലപ്പോൾ കുറച്ചൊരല്പം വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകും. മരിച്ചുപോയെങ്കിൽ എന്തായിരിക്കും, ആരായിരിക്കും ഇതിന് കണക്ക് പറയുക? തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കേണ്ടതാണ്. ഓരോ വ്യക്തികളും ഇത് മനസ്സിലാക്കേണ്ടതാണ്, പ്രതികരിക്കേണ്ടതാണ്. ആർക്കും തന്നെ പ്രത്യേക അധികാര അവകാശങ്ങളൊന്നും തന്നെ നമ്മുടെ നാട്ടിലില്ല. ഭരണഘടനാപരമായിട്ടുള്ള അവകാശ അധികാരങ്ങളേ ഉള്ളൂ.